ദാവീദ് ദൈവത്തെ അങ്ങനെ കണ്ടിട്ടില്ല, ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ദാവീദിൻ്റെ ആ ചിന്തയിൽ ദാവീദ് ദൈവത്തിൻ്റെ ആ മനോഹരത്തെ പറ്റി ചിന്തിച്ച് വർണ്ണിച്ചെഴുതുകയാണ് അവിടെ. നമ്മൾ ചില സമയത്ത് പറയും നമ്മൾ അൺഫെയ്ത്ത്ഫുൾ ആയിട്ടും ദൈവം നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു വേറെ ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ പോയേക്കാം, ഞാൻ ഇച്ചിരി തെറ്റൊക്കെ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു നമ്മളെ ഓരോരുത്തരെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ചുവല്ലോ. ഞാൻ ഈ സങ്കീർത്തനത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന പെട്ടെന്നുള്ളൊരു തോട്ടാണ് ഈ ദാവീദിൻ്റെ ഈ 4-ാമത്തെ വാക്യം, അല്ലെ ഈ ഒരു നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ദാവീദിൻ്റെ ഒരു അപേക്ഷയാണ്. അതായത് ദാവീദിൻ്റെ ഒരു ആഗ്രഹത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇതെന്താണ് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ദാവീദിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി. ഞാൻ നോക്കിയപ്പോൾ ദാവീദ് എന്ത് മനുഷ്യനാണ്? ദാവീദ് വെറും ഒരു സാധാരണ മനുഷ്യനാണോ? ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ഒരു രാജാവായിരുന്നു. നമുക്കറിയാം, ഒരു രാജാവാകുമ്പോൾ എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് മാത്രമല്ല, ഒരു രാജാവാകുമ്പോൾ അവിടെ നിൽക്കുന്നതിൻ്റെ ആ ഒരു പവറിൽ നിൽക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു മനുഷ്യന്, നമ്മളിപ്പം നമ്മുടെ ഓർഡിനറി മെൻ പോലെ അല്ല. ഒരു രാജാവിനൊരു പ്രത്യേക കാവൽക്കാരുണ്ട്, കൂടെ ആളുകളുണ്ട്, സെർവൻസ് ഉണ്ട്. ഒരു വലിയ ആളുകൾ തന്നെ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് വാസം. ഭക്ഷണത്തിന് കുറവില്ല, ഒന്നിനും കുറവില്ല. ഈ ദാവീദിനെ നമ്മളിങ്ങനെ ചിന്തിക്കണം. ദാവീദിൻ്റെ ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദാവീദിന് എല്ലാം ഉണ്ട്. ദാവീദിനെ നോക്കുമ്പോൾ എല്ലാം ദാവീദിനുണ്ട്. എന്നിട്ടും ഇതിൽ നിന്നൊക്കെ തെറ്റിപ്പോകാമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് നോക്കുമ്പോൾ നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ഒന്നിനും കുറവില്ല. ദാവീദിനെ നമ്മുടെ ജീവിതത്തോടായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നിനും കുറവില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാവീദ് അവിടെ പറയുവാണ്, യഹോവയുടെ മനോഹരത്വം കാണുവാൻ. അതായത് ഞാൻ ഒരേ ഒരു കാര്യം തന്നെ അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന് പല ആഗ്രഹങ്ങളും ഒരു രാജാവെന്ന നിലയിൽ പക്ഷെ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിൽ നിന്നൊക്കെ ദാവീദ് പറയുവാണ്, ഞാൻ ഒരു കാര്യം അത് അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവിൻ്റെ ഈ ദാവീദിൻ്റെ ഒരു ഡിസയർ, ദാവീദിൻ്റെ ഒരു ആഗ്രഹം തന്നെ പറയുന്നത് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഒരു വാക്യം കൂടെ ചേർന്ന് പറയാം, നിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്നാണ് ദാവീദ് തന്നെ പറയുന്നത്. അപ്പോൾ ദാവീദ് പറയുവാണ്, എൻ്റെ ആയുഷ്കാലമൊക്കെ രാജാവെന്ന നിലയിലല്ല, പക്ഷേ എൻ്റെ ലൈഫ് തീരുന്നത് വരെയും എനിക്ക് യഹോവയുടെ ആലയത്തിൽ, അതായത് യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും, അതായത് അവൻ്റെ വചനത്തെ ധ്യാനിപ്പാനും അവൻ്റെ ആ മനോഹരത്വം കാണുവാനും. ദാവീദ് ദൈവത്തെ അങ്ങനെ കണ്ടിട്ടില്ല, ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ദാവീദിൻ്റെ ആ ചിന്തയിൽ ദൈവത്തിൻ്റെ ആ മനോഹരത്തെ പറ്റി ചിന്തിച്ച് വർണ്ണിച്ചെഴുതുകയാണ് അവിടെ. ദാവീദിനെ പറയുവാണ്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞപ്പം പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ എന്തിലാണോ നമ്മൾ ചിന്തിക്കുന്നത് ആ ചിന്തയിൽ മാത്രമായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇവിടെ ധ്യാനിപ്പാൻ എന്നുള്ള രീതിയിലായിരിക്കും. ചില സമയത്ത് നമ്മൾ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളെ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ദാവീദ് പറയുകയാണ്, ധ്യാനിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട്, വളരെ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ആലയത്തിൽ ആയുഷ്കാലമൊക്കെയും ആയുഷ്കാലമൊക്കെയും ഇനി ഒന്നും വേണ്ട, എനിക്ക് ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്നുള്ള ഒരു ആഗ്രഹം ദാവീദ് അവിടെ മുന്നേ
പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് ദാവീദിനെ പോലെ ഒരു ലൈഫ് ആയിരിക്കത്തില്ല. നമ്മൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് ദൈവം തന്നെ, യേശു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾക്ക് പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. ഞാനിങ്ങനെ പല പ്രാവശ്യം ഓരോ ആഴ്ച ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇന്നലെ ചിന്തിച്ചപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ ഈ ഒരു വിശുദ്ധ ദിവസത്തെ ഞാൻ കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവമക്കളോട് ഒരുമിച്ച് എൻ്റെ കൂടെ ആരാധിക്കുന്നവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനും ആ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ ഉള്ള ഒരു സന്തോഷം, ആ ഒരു ദിവസം അത് വളരെ വല്ലാത്തൊരു സന്തോഷമാണ് വേറെ ഏത് ദിവസത്തെക്കാളും. അപ്പോൾ ദാവീദ് പറയുക, യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത്, അതായത് എനിക്ക് ആയുഷ്കാലമൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പാർത്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് ഹി വാണ്ട്സ് ടു ലീവ് ഇൻ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം എവിടെയാണോ, ദൈവത്തിൻ്റെ പ്രസൻസ് എവിടെയാണോ അവിടെയാണ് ദാവീദിന് നിൽക്കാനായിട്ട് താല്പര്യമെന്നാണ് ദാവീദ് പറയുന്നത്. ഈ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു ആഗ്രഹം, അതായത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാകും. നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ, നമുക്ക് ഒരു ജോലി വേണം, നമ്മൾക്കൊരു വർക്ക് പെർമിറ്റ് വേണം, അല്ലെങ്കിൽ നമ്മുടെ PR നടക്കണം, നമ്മുടെ മാനസികമായിട്ട് പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ ദൈവം ഈ ലോകത്തിലാക്കി വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ലോകത്തിലുള്ള നന്മകൾ മാത്രം പ്രാപിക്കാൻ വേണ്ടിയല്ല. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നമ്മളെക്കുറിച്ചൊരു റീസണുണ്ട്, നമ്മളെ ഓരോരുത്തരെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. നമ്മളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഓരോ പർപ്പസ് ഉണ്ട്. നമ്മുടെ കുറിവാക്യത്തോട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു വലിയ സൈന്യമായിട്ട് നമ്മളെ ഉയർത്താൻ പോവുകയാണ്. ഈ വർഷം നമ്മളെ ഉയർത്താൻ പോവുകയാണ്. ഈ സൈന്യം എന്ന് പറയുമ്പോൾ നമ്മളാരും ഇവിടെ വാറിനാരെയും പോകുമല്ല, നമ്മളാരെയും തോൽപ്പിക്കാൻ വേണ്ടി പോവല്ല, നമ്മൾ യുദ്ധത്തിന് പോവുകയല്ല. പക്ഷേ യുദ്ധത്തിന് പോകുന്നത് മനുഷ്യരുമായിട്ടോ അല്ലെ രാജ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല യുദ്ധം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ലോകത്തിലുള്ള സകല ശക്തികളെയും, പിശാചിൻ്റെ എല്ലാ ശക്തികളെയുമാണ് നമ്മൾ ഒരു വലിയ സൈന്യമായിട്ട് നമ്മൾ മുന്നോട്ട് ജയിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മൾ ആ സൈന്യവുമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ ഒരു ശക്തി, ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ ഓരോ ദിവസവും നമ്മൾ കീപ്പ് ചെയ്യണം. ഇതിൻ്റെ ലാസ്റ്റ് വാക്യത്തോട് എനിക്ക് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൂടെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിറ്റ് ഓൺ ദ ലോർഡ് എന്നാണ് അത് തുടങ്ങിയേക്കുന്നത്. വെയിറ്റ് ഓൺ ദ ലോർഡ്, അതാണ് ആദ്യം ദാവീദ് പറയുന്നത്. ദാവീദ് നമുക്കൊരു എൻകറേജ്മെൻറ്റ് തരുവാണ്. ദാവീദ് പറയുവാണ്, ദാവീദിൻ്റെ ആഗ്രഹം പറഞ്ഞു. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ വാക്യത്തിൽ നമ്മൾ പോകുമ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന ദാവീദ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ദാവീദ് നമ്മളോടൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് നമുക്ക് തരുവാണ്. വെയിറ്റ് ഓൺ ദ ലോർഡ്. എന്താണ് ഈ വെയിറ്റ് ഓൺ ദ ലോർഡ് എന്ന് പറയാനുള്ള കാരണം? ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം വെയിറ്റ് ഓൺ ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം എനിക്ക് തരുന്നുണ്ട്, ദൈവം എനിക്ക് നന്മകളെ തരുന്നുണ്ട്, ഇവിടെ എന്നെ കൊണ്ടുവന്ന ദൈവമാണ്, ദൈവം നമ്മളെ ഓരോ ദിവസവും നടത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ചില സമയത്ത് പറയും, നമ്മൾ അൺഫെയ്ത്ത്ഫുൾ ആയിട്ടും ദൈവം നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു വേറെ ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ പോയേക്കാം, ഞാൻ ഇച്ചിരി തെറ്റൊക്കെ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല, ദൈവം നമ്മളോട് ക്ഷമിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ചില സമയത്ത് വന്നേക്കാം. പക്ഷേ ദാവീദ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു ചിന്ത വരാനല്ല, വെയിറ്റ് ഓൺ ദ ലോർഡ്. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ നോക്കിയപ്പോൾ വെയിറ്റ് ഓൺ ദ ലോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമല്ല. അതിൽ പറയുന്നത് സീക്ക് ഹിം, ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. ആ വാക്യത്തിൽ നമ്മൾ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ
ഇത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാം. അതായത് ആ മനോഹരത്വം കാണുവാനും ഒരാഗ്രഹമേ ദാവീദ് പറയുന്നുള്ളൂ. അതായത് ദാവീദിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൽ ആശ്രയം വെക്കുവാണ് ദാവീദ് ചെയ്യുന്നത്. ദൈവത്തിൽ ആശ്രയം വെക്കുവാനാണ് ദാവീദ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ആ ലാസ്റ്റ് വാക്യത്തിൽ വെയിറ്റ് ഓൺ ദ ലോർഡ്, നമ്മൾ ഓരോ ദിവസവും നമ്മളായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഒരുപക്ഷെ എന്നല്ല, നമ്മൾ വചനത്തിൽ വായിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ കണ്ട ദൈവമാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷേ ദൈവം അപ്പം ചോദിക്കാം, നമ്മുടെ നന്മകളും ദൈവം അപ്പോൾ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ ദൈവം? അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരാവശ്യം വരുന്നില്ലെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവിടെ ദാവീദ് പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നതിനോടൊപ്പം നമ്മുടെ ദൈവം ആരാണ്? നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്, നമ്മുടെ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിൽ ദാവീദ് ഇവിടെ വേറൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, അതായത് എല്ലാം ശരിയാക്കിയുള്ള വഴി തരാനല്ല ദാവീദ് പറയുന്നത്. എത്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ ദാവീദിന് മരണത്തിൻ്റെ വിളി വരെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടും ദാവീദ് പറയുകയാണ്, അതായത് ദൈവമേ, ഈ നേരെയുള്ള വഴിയിൽ എന്നെ നടത്തണമെന്നാണ്. അതായത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ സ്മൂത്തായിട്ട് നടത്തണമെന്നാണ് ദാവീദ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ദാവീദിന് ആ ഒരു ആഗ്രഹത്തിൽ സ്മൂത്തായിട്ട്, അതായത് പ്രയാസങ്ങളും പ്രശ്നത്തിലും, ഒരുപക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ചില സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എപ്പോഴും ചിന്തിച്ചു, നമ്മൾ സ്ട്രെസ് ചെയ്യും, നമ്മൾ അയ്യോ ഇനി എന്തു ചെയ്യും എന്ന് നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് നമ്മുടെ പ്രശ്നം മാത്രം നമ്മൾ ഫോക്കസ് പോകും, അറിയാതെ പോകും. അപ്പം നമ്മളിവിടെ ദാവീദ് പറയുന്നത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്നാണ് ദൈവം പറയുന്നത്. ദാവീദ് പറയുന്നത് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. യഹോവെങ്കിൽ ആ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവം നമ്മൾക്ക് നന്മകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വഴിയെ ദൈവം നമുക്ക് വേണ്ടി അത് തരും. അത് വിശ്വാസത്തോടെ നമുക്കത് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മൾക്ക് ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ അടുക്കുവാൻ, ദൈവത്തെ കൂടുതൽ ദാവീദിൻ്റെ ആ ഒരു ചിന്ത ഒന്ന് ആലോചിക്കുക. ദൈവത്തിൻ്റെ യഹോവയുടെ മനോഹരത്വം കാണുവാൻ, ആ ബ്യൂട്ടിയെ കാണുവാൻ, ആ ദാവീദിൻ്റെ ആ ഒരു ചിന്ത ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. ദാവീദ് ഇങ്ങനെ ആ ഒരു ഉൾക്കാഴ്ചയിൽ, അല്ലെ ആ ഒരു തോട്ടിൽ ഇങ്ങനെ പറയുവാണ്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ ആ സന്നിധി, അവൻ്റെ മന്ദിരത്തിൽ എന്നും ധ്യാനിപ്പാൻ എന്നും. അപ്പം ദാവീദ് തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കണം. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ഓരോ നന്മകളായാലും നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളായാലും ഇതിനെയൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ധ്യാനിക്കണമെന്നാണ് ദാവീദ് ഇവിടെ നമ്മൾക്ക് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വാക്യം പോലെ, വെയിറ്റ് ഓൺ ദ ലോർഡ്, be of good courage, he shall strengthen thine heart, wait I say on the Lord. ദാവീദ് പറയുന്നത്, നമ്മുടെ ഹൃദയത്തെ അവൻ ശക്തീകരിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയം വെക്കണം. ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ വേദനകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കണം. നേരത്തെ പറഞ്ഞതുപോലെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ. അവൻ്റെ മേൽ വെച്ചുകൊള്ളുമ്പോഴാണ് ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നത്, നമുക്ക് ധൈര്യം ദൈവം നമുക്ക് പകരുന്നത് മുന്നോട്ട് പോകുവാൻ. മോനെ നീ പേടിക്കണ്ട, മകളെ നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ ഓരോ ദിവസവും നടത്തും, ഞാനാണ് ഇവിടെ നിന്നെ കൊണ്ടുവന്നതെങ്കിൽ, ഞാനാണ് നിനക്ക് ഒരു ദിവസം കൂടെ നിനക്ക് തന്നതെങ്കിൽ ദൈവം നിന്നെ നടത്തും. ആ പ്രത്യാശ, ആ ഒരു ദൈവത്തിൽ ആശ്രയം നമ്മൾ ഓരോ ദിവസവും വെക്കണം. ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു സന്തോഷവും ഹൃദയത്തിനൊരു ഉറപ്പും ദൈവം തരും. അതുകൊണ്ട് പറയുകയാണ് ദാവീദ് പറയുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കട്ടെ. അതിൽ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ആ സംഗീതത്തിൽ നിർത്തുവാണ്. അപ്പം ഞാൻ ഈ വചനങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ
ദൈവം എത്രത്തോളം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണെന്നും അത് ദൈവത്തിൻ്റെ പല ദാസന്മാരുടെ പല വചനങ്ങളിലൂടെ ദൈവം നമുക്ക് വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. ഇതൊന്നും ഒരു നേരായ വഴിയല്ല. ദൈവം നമ്മൾക്ക് ആ നേരായ വഴി നമുക്ക് ദൈവം തന്നൂടെ എന്ന് നമുക്ക് ചോദിച്ചേക്കാം ഒരു പക്ഷേ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുവാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളെങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തെ നമ്മളെങ്ങനെ നമ്മൾ മുറുകെ പിടിക്കുന്നു. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ മുമ്പേ ഉള്ള ജീവിതത്തെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ അറിയാതെ ഓർത്ത് പോകുമോ, അല്ലെങ്കിൽ ഇനിയും നമ്മൾ പിന്തിരിഞ്ഞു പോകുമോ എന്ന് ഒരുപക്ഷെ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ദൈവത്തിന് ദാവീദ് നമ്മളോട് പറയാനുള്ളത്, നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രത്യാശ ദൈവത്തിങ്കിൽ വെക്കുക, നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ വെയിറ്റ് ചെയ്യുക. ദൈവത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ അല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു രീതിയിൽ അങ്ങ് പോകും. പ്രാർത്ഥനയൊന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നു പോയേക്കാം. പക്ഷേ പ്രാർത്ഥന നമ്മുടെ ഒരു ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് ശക്തിപ്പെടാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ ഉറയ്ക്കും. നമുക്ക് ധൈര്യത്തെ ദൈവം പകർന്നു തരും. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ നമ്മളൊരു ആർമിയായിട്ട് എഴുന്നേൽക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ നിമിഷവും ആയിരിക്കുമ്പോഴുള്ള ആ സന്തോഷം കിട്ടുവാൻ, ആ ഒരു സന്തോഷത്തെ ഓർത്ത് ദൈവത്തിൻ്റെ ആ മനോഹരത്വം നമ്മൾക്ക് ഇപ്പോഴേ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് ഓർത്ത്, അതായത് മനോഹരത്വം കാണുവാൻ ഒരു ദിവസം നമ്മളവിടെ പറന്നു ചെല്ലും എന്ന് വിശ്വസിച്ച് നമുക്ക് ദിവസം ഈ ഓരോ നാളുകളും നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ നിർത്തുന്നു. അടുത്ത